ഇപ്പം ഈ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഉണ്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. മീൻസ് തെറ്റായ രീതിയിൽ സമീപിക്കുന്ന ആളുകളുടെ അടുത്ത് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും. അതെന്തേ അങ്ങനെയല്ല, എന്താണോ, എന്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ അമ്മ ഉണ്ടാവും. എപ്പോഴും ഉള്ള കുറച്ച് നാളായിട്ട് ഈ ഗീതാ ഗോവിന്ദത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്രൂ ആണ്, ആളുകളാണ്. അപ്പം ഇത് എനിക്ക് വീടിന്റെ തൊട്ടടുത്തേ ഉള്ളൂ, പോയിട്ട് വരാവുന്നേ ഉള്ളൂ. അതുവരെയൊക്കെ എൻ്റെ കൂടെ എപ്പോഴും അമ്മ ഉണ്ടാവും. അതുകൊണ്ട് മോശം രീതിയിൽ വന്നിട്ട് ഈ തമിഴിൽ നിന്നൊക്കെ ഇങ്ങനെ മീൻസ് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവര് ചോദിക്കും. എനിക്ക് ഒരു പ്രാവശ്യം ചോദിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ആ ഒരു ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ടോ ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. ഇതിനിടയിൽ നിന്നിട്ട് കുട്ടികളെ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഇന്ന പ്രൊഡക്ഷനിൽ പുതിയ സീരിയൽ വരുന്നുണ്ട്, നിങ്ങളുടെ പേര് കൊടുക്കാൻ പോവാണ്, പിന്നെ ഇങ്ങനെയും ഉണ്ട്, ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം, ഇങ്ങനെ പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കൊരു തന്നപ്പം ആദ്യം നോ പറഞ്ഞു. എന്നിട്ട് എന്നെ അന്വേഷിച്ചു. അപ്പൊ കിട്ടിയ അറിവാണ്. ചിലപ്പോ ഇത് ഇടയിൽ നിൽക്കുന്ന ആളുകൾ കളിക്കുന്ന കളിയാണ്. മറ്റേ പ്രൊഡക്ഷൻ ഒറിജിനൽ ആൾക്കാർ ടീം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്റെ പല സുഹൃത്തുക്കളും വർക്ക് ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല.